റേസിസം നമ്മയൊക്കെ അലോസരപ്പെടുത്തുന്നു. ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയേണ്ടതില്ല. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ചെന്നുപെടാതിരിക്കാനും ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്, ഒരു ഇന്ത്യക്കാരൻ കാറിൽ പാർക്ക് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ ഒരു ഒരു വെള്ളക്കാരൻ ചോദിക്കുന്നത്, താനെന്തിനാണ് ഇവിടെ, ഞങ്ങളുടെ രാജ്യത്ത് തനിക്കെന്താ ഇവിടെ കാര്യം, താനെന്തിനാണ് ഇവിടെ വന്നത്. അയാൾ എന്തായാലും മറുപടി പറയുന്നില്ല. നിങ്ങൾ വെള്ളക്കാരുടെ രാജ്യങ്ങളിലെല്ലാം ഇന്ത്യക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു, നിങ്ങളെല്ലാം ഇങ്ങോട്ട് കടന്നു കയറിയിരിക്കുന്നു. അപ്പം ഈ ഈ ചോദ്യം കേട്ട ഇന്ത്യക്കാരന് ഒരുപക്ഷെ അമേരിക്കൻ പൗരനാകാം. പക്ഷേ അമേരിക്കൻ പൗരത്വമൊന്നും അവർക്ക് പ്രശ്നമല്ല, നിറം ആണ് പ്രശ്നം. അപ്പം അത് വലിയ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഞാൻ തന്നെ ഓർക്കുന്നുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, അന്ന് ഇങ്ങനെ റേസിസം ഒന്നും ശക്തമായിട്ടില്ല. അപ്പോൾ കാറ് വാങ്ങാൻ പോയി അവിടെ അതിൻ്റെ സെയിൽസ് വുമൺ അവരുമായിട്ട് നല്ല ലോഹ്യത്തിലായി. കുറേ മണിക്കൂറുകൾക്ക് ശേഷം, 2-3 മണിക്കൂറുകൾക്ക് ശേഷം അവർ ചോദിക്കുന്ന, ഇന്ത്യയിലെ ഒക്കെ സ്ഥിതി എന്താണ്, അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റില്ലേ? അപ്പോൾ ഞാൻ പറയുന്നു, ഞാനിവിടെ അമേരിക്കൻ പൗരനാണ് എന്ന് പറയുമ്പോഴും എന്നാലും പോകാൻ പറ്റത്തില്ല തിരിച്ച്. അപ്പോൾ വളരെ ഇന്നസെൻ്റ് ആയിട്ട് അവർ ചോദിക്കുകയാണ്. എന്ന് ചോദിച്ചാൽ നമ്മളെ ഒരു അമേരിക്കൻ പൗരനായിട്ട് കാണാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ രാജ്യമല്ല ഇത് എന്ന രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് വലിയ ന്യായങ്ങളൊക്കെ പറയാം. ഇവിടെയുള്ള എല്ലാവരും ഇമിഗ്രൻസ് ആണ്, എവിടെന്നെങ്കിലുമൊക്കെ വന്നവരാണ്. അല്ലാതെ ഇവിടെ ജനിച്ചു വളർന്നവർ ഈ നേറ്റീവ് അമേരിക്കൻസ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം നമ്മളെ പോലെ വന്നവരാണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ പറഞ്ഞാലും അത് എത്ര കണ്ട് ഫലവത്താകും എന്ന് നമുക്കറിയില്ല. കാരണം ആ റേസിസം ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അനുഭവിക്കാത്ത ആളുകൾ നമ്മുടെ ഇടയിൽ ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും രീതിയിൽ നേരിട്ടോ അല്ലാത്ത രീതിയിലോ ഒക്കെ. പിന്നെ പലപ്പോഴും നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്ത് കളയുകയാണ് ചെയ്തത്. ഇതിനൊക്കെ വഴക്കുണ്ടാക്കാനായിട്ട് നമുക്ക് കെൽപ്പില്ല, നമുക്ക് ആവശ്യവുമില്ല, താല്പര്യവുമില്ല. അപ്പോൾ നമ്മളത് കഴിവതും കണ്ടില്ല എന്ന് നടിക്കുകയാണ് നമ്മൾ ഒക്കെ ചെയ്യാറുള്ളത്. അത് അങ്ങനെ തന്നെ വേണം താനും. അതാണ് നമ്മുടെ സേഫ്റ്റി ഒക്കെ നോക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ കുടത്തിലെ ഭൂതം ഒരിക്കൽ പുറത്തായി കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ച് കുടത്തിലടയ്ക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ റേസിസമൊക്കെ ഓരോ കാലഘട്ടത്തിലുണ്ടാവുന്നതാണ്. ഓരോ സമയത്ത് ഓരോ തരം ആശയങ്ങളും ഓരോ രീതിയിൽ ഓരോ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ്, ശക്തിപ്പെടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെടാതിരിക്കാനായിട്ട് നമുക്ക് നോക്കണം. അതേസമയം തന്നെ നമ്മൾ ഇപ്പോൾ ടെക്സസിലെ ആ പ്രളയത്തിൽ 160ഓളം പേരെ കാണാതായി എന്നാണ് പറയുന്നത്. അപ്പോൾ 100-ൽ പരം പേര് മരിക്കുകയും ചെയ്തു, കൊച്ചുകുട്ടികളൊക്കെ ധാരാളം പേര്. അപ്പോൾ അതിനെപ്പറ്റി രണ്ട് കമൻറ്റുകൾ. ഒരു കമൻ്റ് ഒരു പീഡിയാട്രീഷ്യൻ, ഒരു ഡോക്ടറാണ് ഇട്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലമെല്ലാം മാഗ റിപ്പബ്ലിക്കൻസിൻ്റെ ആളുകളാണ്, അവർ കാലാവസ്ഥ വ്യതിയാനത്തെ ഒന്നും അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഫീമായിക്കും മറ്റുമുള്ള പണം റദ്ദാക്കുകയും കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള പണം റദ്ദാക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അത് ഇവരനുഭവിക്കേണ്ടതാണ്. അതിൻ്റെ പ്രതിഫലമാണ് അവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം വൈറ്റ് ക്രിസ്ത്യൻസ് അവരാണ്. അപ്പം അതിൽ കറമ്പരോ ഏഷ്യക്കാരോ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ച് എന്തായാലും അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കി. അതുപോലെ തന്നെ വേറൊരു സ്ത്രീ ഹൂസ്റ്റണിൽ സെയ്ഡ് പെർക്കിൻസ് എന്നോ മറ്റോ, അവർ നേരത്തെ മേയറുടെ എന്തോ ഒരു അപ്പോയിൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ എന്തോ ഒരു പാസ്റ്ററുടെ ഭാര്യയാണ് അവർ. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്, ഈ കുട്ടികളെല്ലാം മരിച്ചു, ആ കൂടെ ഒരൊറ്റ ഏഷ്യക്കാരിയോ ഏഷ്യൻ കുട്ടിയോ അല്ലെങ്കിൽ ഒരു ഒരു ആഫ്രിക്കൻ അമേരിക്കൻ കുട്ടിയോ ഇല്ല. എല്ലാം വൈറ്റ് ക്രിസ്ത്യൻസും വൈറ്റ് ആളുകളാണുള്ളത്. അപ്പോൾ ഇനി അതുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യം കിട്ടുകയും ചെയ്യുന്നതെന്ന്. കാരണം അവിടെ ഈ ഹിസ്പാനിക് കുട്ടികളായിരുന്നു ഇത്രയും മരിച്ചതെങ്കിൽ ഇവിടെയുള്ള ഈ വൈറ്റ്സ് ഒരാളും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല, ഇവരൊന്നും ഇവിടെ വരേണ്ട ആളുകളല്ല, ഇവിടെ ജീവിക്കേണ്ട ഇവരൊന്നും ഇങ്ങോട്ട് വരേണ്ട കാര്യം തന്നെ ഇല്ലായിരുന്നു. അവരെല്ലാം ഡിപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും ഇവിടെയുള്ള വെള്ളക്കാരൊക്കെ ചിന്തിക്കുക എന്ന് പറഞ്ഞ് അവരൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അതിനെതിരെയും ഭയങ്കര വിമർശനമൊക്കെ ഉണ്ടായി. അവരുടെ ഭർത്താവ് തന്നെ ഒരു പാസ്റ്ററോ മറ്റോ ആണ്. അദ്ദേഹം കണ്ടിട്ട് വിളംബരെ ഇപ്പോൾ തോന്നി, ഇവർ ആഫ്രിക്കൻ അമേരിക്കനും. അപ്പോൾ അദ്ദേഹം തന്നെ അതിനെ എതിരായിട്ട് എഴുതി, ഞാനതിനെ അംഗീകരിക്കുന്നില്ല, ഈ പറഞ്ഞതിനെ അംഗീകരിക്കുന്നില്ല എന്ന്. പക്ഷെ അത് കേട്ടിട്ടും അവർക്ക് വിഷമമൊന്നുമില്ല. ശക്തമായിട്ട് വീണ്ടും അവർ എഴുതുകയാണ് ചെയ്തത്. അവരുടെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. കാരണം ഈ വെള്ളക്കാരായതുകൊണ്ട് ഈ പ്രാധാന്യമൊക്കെ കിട്ടുന്നു, അല്ലാത്തവരാണെങ്കിൽ ആരും മൈൻഡ് ചെയ്യില്ല. ഹിസ്പാനിക്സ് ഒക്കെ ആണെങ്കിൽ അവരെ ഡീപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും കമൻറ്റ് വരിക. അപ്പോൾ അങ്ങനെ ആ ഒരു മനസ്സിൽ കിടക്കുന്ന ആ റേസിസം. അപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു റിപ്പോർട്ട്, പ്യൂ
പിന്നെ പ്യൂ സെൻറ്ററിൻ്റെ റിപ്പോർട്ട്, ആ മനസ്സിൻ്റെ ഉള്ളിൽ ആ റേസിസം കിടപ്പുണ്ട്, ആ ഡിസ്ക്രിമിനേഷൻ, ആ ഭിന്നതയെല്ലാം കിടപ്പുണ്ട്. അപ്പോൾ അതാണ് പല സമയങ്ങളിലും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു.